കൂട്ടുകാരി, ഞാനിവിടെ തിരുവനന്തപുരം വെട്ടിയൂർക്കാവ് മഞ്ചാടിമൂട്ടിലാണ്. അങ്ങനെ തന്നെയാണോ? അപ്പം ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്, ആദിയുടെ അപ്പച്ചിയുടെ വീട്ടിൽ. അപ്പോൾ ഇവിടെ പിന്നെ ചേട്ടന് ഒട്ടും വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് എന്നാ പറ്റിയതാണെന്നും എന്താണെന്നൊക്കെ ആദ്യം ഇപ്പോൾ വീഡിയോ എടുത്തിടും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. അടുത്തും ആകെ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയതാണ് കുളിച്ച്. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഓച്ചറയ്ക്കാണ്, ശിവഗിരി ഓച്ചറ. അപ്പോൾ നമ്മൾ അതുവഴി നേരെ വീട്ടിൽ പോകും. അപ്പോൾ ചേച്ചിയും ചേട്ടൻ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഇവിടം വരെ വരാൻ പറ്റിയോണ്ട് നമുക്ക് ബാക്കി വിശേഷം അവരുടെ പറയാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഈ വീഡിയോ ഫുള്ള് കാണണം. മാക്സിമം എല്ലാവരും എന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചേട്ടന് അത്യാവശ്യമാണ്. ഒന്നിരാടം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പം പറയാൻ, ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് വോയിസ് കൊടുക്കുന്നത് എനിക്ക് പറയാൻ പറ്റുന്നൊരു ഇതല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദമായിരുന്നു. ഞാനും ചേച്ചിയും ചേട്ടനുമായിട്ട്, ചേട്ടനും ചേച്ചിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതേപോലെ ചേച്ചിയുടെ ആങ്ങളെയാണ് എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ള സൗഹൃദങ്ങളായിരുന്നു ഞങ്ങൾ. അന്നും ഇന്നും ഒരുപോലെ ഇതായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ചേട്ടന് സുഖമില്ലാതെ ഇപ്പോൾ ഒന്നിരാടം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിഡ്നിക്ക് പ്രശ്നം. അപ്പം എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെ നിങ്ങളോട് മുന്നിൽ പറയും. ആദ്യക്കുട്ടൻ അങ്കിളിനോട് ചോദിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ് അവൻ എടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ആമന് എന്നെ അസുഖം, എവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നേ? ആമന് അസുഖം എന്ന് പറഞ്ഞാൽ അവന് 22ാമത്തെ വയസ്സ് മുതൽ ഷുഗർ എന്ന് പറയുന്ന ഒരു അസുഖം കയറി പിടിപ്പെട്ടതാണ്. അതിൻ്റെ മരുന്നും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് വന്ന് സർജറിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റായിരുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ 2 കിഡ്നിയും ഡാമേജ് ആയത്. ഇപ്പോൾ 2 കിഡ്നിക്കും പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡയാലിസിസ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ട്രീറ്റ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം പോകുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പം ഉണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് മുടങ്ങുന്നത് കാരണം എനിക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട്. ശ്വാസം മുട്ടലും വയറ് വീർക്കലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത് കാണുന്ന നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ കയ്യിലെയും കാലിലെയും വിരലുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നടക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാൻ പറ്റത്തില്ല. സ്റ്റിക്ക് ഉപയോഗിച്ച് ഊന്നിയാണ് നടക്കുന്നത് തന്നെ. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. അത്രയും ബുദ്ധിമുട്ട് അറിയണം. കാരണം കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വേണം. അത് കണ്ടെത്താൻ എനിക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. ജോലിക്കൊന്നും പോകാനൊന്നും കഴിയുന്നില്ല. 2-3 വർഷത്തോളമായി ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. വീട്ടിൽ തന്നെയാണ്. വൈഫിനും ജോലിയില്ല. ഒരു മോനുണ്ട്. മോൻ +1 പഠിക്കുകയാണ്. അവൻ്റെ പഠിത്തം പോലും ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം കറക്റ്റായിട്ട് എല്ലാ ദിവസവും സ്കൂളിൽ പോലും അവന് പോകാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക ദിവസവും ഞാൻ ഹോസ്പിറ്റലിലാണ്. ആ ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡയാലിസാണ് മെയിൻ. ഒരു ദിവസം പോലും മുടങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും എനിക്കറിയില്ല. ആ ഒരവസ്ഥയാണ്. സഹായിക്കണം എല്ലാവരും. ദയവ് ചെയ്ത് എല്ലാവരും എന്നെ സഹായിക്കണം. കൂട്ടുകാരെ, ഇതാണ് രാജേട്ടൻ്റെ കാര്യം. പത്രത്തിലും വാർത്തയൊക്കെ വന്നതായിരുന്നു, അവിടുത്തെ ചാനലിലൊക്കെ. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.